الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാമും മുസ്ലിം സമൂഹവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നിയമപരമായും സമാധാനപരമായും നേരിടുവാനും അതിജീവിക്കുവാനുമുള്ള പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത്. അതിലുപരിയായി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും. മുസ്ലിങ്ങളുടെ മതസ്ഥാപനങ്ങൾ അത് കയ്യേറുവാനും നഷ്ടപ്പെടുത്തുവാനും വഖഫ് സമ്പ്രദായത്തെ ദുർബലപ്പെടുത്തുവാനുമുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിം സമൂഹത്തിന് ദോഷം ചെയ്യുമെന്നും ഭരണഘടനയ്ക്ക് എതിരാണെന്നും മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണെന്നും എല്ലാ മതേതര വിശ്വാസികളും പ്രഖ്യാപിക്കുകയും അതിനെതിരിൽ ഒന്നിച്ചു നിൽക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് മതരംഗത്തും സാമൂഹ്യരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും ഒന്നിച്ചും വേറെ വേറെയും ഈ കാര്യത്തിൻ്റെ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ സങ്കടം ജനങ്ങളെ അറിയിക്കുകയും അവരുടെ പ്രതിഷേധം ഭരണകൂടത്തെ അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നിയമപരമായും സമാധാനപരമായും നടന്നു വരുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളൊക്കെ പങ്കാളികളാകണമെന്ന് നമ്മുടെ ഒരു അത്യാവശ്യ കാര്യമെന്ന നിലക്ക് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഇസ്ലാം വളരെ ലളിതവും വളരെ സുന്ദരവും വളരെ പ്രായോഗികവും മനുഷ്യർക്ക് ഉപകാരപ്പെട്ടതുമായ നിയമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രവാചകന്മാരെ അയക്കുകയും അല്ലാഹുവിൻ്റെ നിയമം അവരിലൂടെ ആ സമൂഹങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രവാചകന്മാരൊക്കെ സമൂഹത്തിന് നൽകിയിട്ടുള്ള അല്ലാഹുവിൻ്റെ സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങളുടെ അവസാന പതിപ്പാണ് വിശുദ്ധ ഖുർആനിലൂടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മിലേക്ക് എത്തിയിട്ടുള്ളത്. ഇസ്ലാമിനെ വിമർശിക്കുകയും കുറ്റം പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ പണ്ട് മുതലേയുണ്ട്, ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ അതല്പം അധികമായിട്ടുണ്ട്. ഇസ്ലാമിനെ പരിഹസിക്കുക, മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കുക, ഇസ്ലാം വളരെ പഴഞ്ചനും ശാസ്ത്രവിരുദ്ധമായതും ആണ് എന്ന് പ്രചരിപ്പിക്കുക. അതല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ലോകത്ത് ഈ 14 നൂറ്റാണ്ടിനിടയിൽ ജീവിച്ച് മരിച്ചുപോയ, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരും സാംസ്കാരിക പ്രവർത്തകരും മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഇസ്ലാമിൻ്റെ നന്മകൾ അംഗീകരിക്കുകയും അത് പ്രഖ്യാപിക്കുകയും പലരും അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ഇന്നിപ്പോൾ നാം കണ്ടുവരുന്ന ഒരു പ്രയാസം, മുസ്ലിങ്ങൾക്കിടയിൽ ചില ആളുകൾ പണ്ഡിതന്മാരാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആളുകൾ വളരെ അശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്നു. മണ്ടത്തരങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ മതത്തിൻ്റെ പേരിൽ അവതരിപ്പിക്കുന്നു. എന്നിട്ട് ബുദ്ധിയുള്ള പുതിയ സമൂഹം ഇതാണോ ഇസ്ലാം എങ്കിൽ അത് എത്ര മോശമാണ്, എത്ര അശാസ്ത്രീയമാണ്, എത്ര പഴഞ്ചനാണ്, എത്ര ക്രൂരമാണ് എന്നൊക്കെ പറയാൻ തുടങ്ങുകയും ചെയ്തു. അതിലേറ്റവും അവസാനമായി മുസ്ലിം സമൂഹം ഒന്നിച്ചനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് രോഗം വന്നാൽ ചികിത്സിക്കേണ്ടതില്ല, പ്രസവം അടുത്താൽ അതിന് ആശുപത്രിയിൽ പോകേണ്ടതില്ല, എല്ലാം ചില മന്ത്രവാദങ്ങളും ഹോമങ്ങളും ദിവ്യന്മാരുടെ മന്ത്രച്ചരടുകളും ഒക്കെ മതി എന്ന് വിശ്വസിപ്പിക്കുന്നു, പറയുന്നു. അങ്ങനെയാണ് ഈ അടുത്ത് ഒരു സ്ത്രീ 5ാമത്തെ പ്രസവത്തിൽ മരിച്ചുപോയത്. അതോടുകൂടിയാണ് ഇതിൻ്റെ സ്വാധീനം എത്ര വലുതാണ് എന്ന് സമൂഹം അറിഞ്ഞത്. അങ്ങനെ അവരായിത്തീരുന്നതിനുള്ള കാരണം അവരുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള മതം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇസ്ലാമിൻ്റെ പ്രചാരകന്മാരാണ് എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ അത്തരത്തിൽ പ്രചാരണം നടത്തുന്നുണ്ട്. ആ ഒരവസ്ഥ ഇസ്ലാം പഠിപ്പിച്ചതല്ല എന്നും ഇസ്ലാം അതിനേക്കാളൊക്കെ ഏറെ ശാസ്ത്രീയമാണെന്നും വളരെ പുരോഗമനപരമാണെന്നും ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു 50 100 വർഷങ്ങൾക്കപ്പുറത്ത് ചികിത്സയില്ലായിരുന്നു. മന്ത്രവാദികൾ, ദിവ്യന്മാർ, സിദ്ധന്മാർ, ഹോമം നടത്തുന്ന ആളുകൾ ഇവരൊക്കെയാണ് രോഗം കൈകാര്യം ചെയ്തിരുന്നത്. അവർ മന്ത്രിച്ചൂതും, മാരണം നടത്തും, കൂടോത്രം നടത്തും, എന്നിട്ട് രോഗം സുഖമാകും എന്ന് പറയും. ഒരുപാട് ആളുകൾ അങ്ങനെ രോഗചികിത്സ കിട്ടാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ നിന്ന് ലോകം മാറി, ശാസ്ത്രം വളർന്നു, ചികിത്സ വളരെ പുരോഗമിക്കുകയും ചെയ്തു. ചികിത്സാ രംഗത്ത് തന്നെ വ്യത്യസ്ത ചികിത്സാ രീതികളും സമ്പ്രദായങ്ങളും വന്നു. ആധുനിക ലോകത്ത് ആ നിലക്ക് വലിയൊരു കുതിച്ചുചാട്ടമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹന്നാസ് തദാവൗ, ജനങ്ങളെ നിങ്ങൾ ചികിത്സിക്കുവീൻ. അതാണ് നമ്മുടെ സമീപനം. രോഗം വന്നാൽ ചികിത്സിക്കണം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല രോഗങ്ങളെ ഇറക്കിയ അല്ലാഹു തആല രോഗത്തിന് ശമനവും ഔഷധവും ഇറക്കിയിട്ടുണ്ട് എന്ന്. അത് ആ ഔഷധം രോഗത്തോട് ചേർന്നു വന്നാൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി രോഗം സുഖപ്പെടും എന്ന്. ഇതാണ് നമ്മുടെ സമീപനം. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസുഖം വന്നാൽ അന്ന് അവിടെ ലഭ്യമായ ചികിത്സ നടത്തിയിരുന്നു, വൈദ്യന്മാരെ വിളിച്ചിരുന്നു. മരണത്തിനു മുമ്പുള്ള ആ അസുഖത്തിൽ പോലും ഒരുപാട് ചികിത്സകന്മാർ മദീനയിലേക്ക് വരികയും മാറി മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആ വൈദ്യന്മാർ കുറിച്ചു കൊടുത്ത കുറിപ്പടികൾ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആയിഷ റളിയല്ലാഹു അൻഹ മരുന്ന് നൽകിയിരുന്നു എന്ന്. അപ്പം അന്ന് അവിടെ ലഭ്യമായ മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിച്ചു. അതോടൊപ്പം രോഗശമനത്തിന് വേണ്ടി
പ്രാർത്ഥിക്കുകയും ചെയ്യും. അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖ്മാ. ഇതാണ് രോഗം പിടിപെട്ടാൽ നമ്മൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. രോഗികളെ സന്ദർശിക്കുമ്പോൾ നാം അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. ഒരാൾക്ക് രോഗമാണെന്നറിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടതും വിവിധ ദുആകളുണ്ട്. അതിൽ ഒരു ദുആ ഇതാണ്, അല്ലാഹുമ്മ ശ്ഫി, അല്ലാഹുവേ നീ സുഖപ്പെടുത്തി കൊടുക്കൂ. അൻത ഷാഫി, നീയാണ് സുഖപ്പെടുത്തുന്നവൻ. ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നീ നൽകുന്ന ശിഫയല്ലാതെ, രോഗശമനമല്ലാതെ വേറെ രോഗശമനമില്ല. ശിഫാൻ ലാ യുഗാദിറു സഖ്മാ, ഒരു രോഗത്തെയും അവശേഷിപ്പിക്കാത്ത വിധത്തിലുള്ള സമ്പൂർണ്ണ സൗഖ്യം നൽകണമേ എന്ന് ദുആ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നാം ദുആ ചെയ്യണം, നന്നായി ചികിത്സിക്കുകയും ചെയ്യണം. പ്രാർത്ഥന മാത്രം മതി, രോഗചികിത്സ വേണ്ട എന്ന് വിശ്വസിക്കുന്ന ചില മതസമൂഹങ്ങളുണ്ട്. അത് മുസ്ലിങ്ങളിലല്ല, ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തിലുമില്ല. രോഗത്തിന് ചികിത്സിക്കണം, രോഗം മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളല്ലാതെ ദിവ്യന്മാരും സിദ്ധന്മാരും ഇതുപോലുള്ള ആത്മീയ നേതാക്കൾ എന്ന് പറയുന്നവരും തെളിച്ചു കൊണ്ടുപോകുന്ന വഴിയിലൂടെ പോയി ചൂഷണത്തിന് വിധേയമായി പണവും സമയവും അവസാനം ജീവനും നഷ്ടപ്പെടുന്ന അവസ്ഥ, അത് ഇസ്ലാം അല്ല എന്നും അങ്ങനെ കുറച്ച് ആളുകൾ പറയുന്നത് നോക്കിയിട്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മുസ്ലിം പണ്ഡിതന്മാരെയും അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നും നാം മനസ്സിലാക്കണം. ഖുർആൻ നമ്മോട് ചിന്തിക്കാൻ പറയുന്നുണ്ട്, ആലോചിക്കാൻ പറയുന്നുണ്ട്. എത്ര ആയത്തുകളിലാണ് ചിന്തയെക്കുറിച്ച് പറയുന്നത്? അഫലാ യഅഖിലൂൻ അഫലാ യതദബ്ബറൂൻ, അങ്ങനെ പറയുന്ന ആയത്തുകളുണ്ട്. ചിന്തിക്കണം, ആലോചിക്കണം, പഠിക്കണം എന്നുള്ളത് ഖുർആൻ ആവശ്യപ്പെടുന്ന സംഗതിയാണ്. ഖുർആനിൽ അങ്ങനെ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് ഉലമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉലമ ആണ് അള്ളാഹുവിനെ ഏറ്റവും അധികം ഭയപ്പെടുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഫാത്തിർ സൂറത്തിലെ 27-28 ആയത്തുകൾ നോക്കിയാൽ അറിയാം. അള്ളാഹു ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. ഇത് 28ാമത്തെ ആയത്താണ്. അതെന്താ പറയുന്നതെന്നറിയോ? തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുക അവൻ്റെ അടിമകളിൽ നിന്ന് അൽ ഉലമാ, ഉലമാ ആണെന്നാണ്. ഉലമ എന്ന് പറഞ്ഞാൽ ആലിം എന്നതിൻ്റെ ബഹുവചനമാണ്, ജംആണ്. വിവരമുള്ളവർ, അറിവുള്ളവർ എന്നാണ്. അപ്പം അറിവുള്ള ആളുകളാണ് അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെട്ട് ജീവിക്കുക. ആരാണ് അറിവുള്ളവർ? എന്ത് അറിവാണ്? ഈ ആയത്ത് തുടങ്ങുന്നത്, അതിൻ്റെ മുൻ ആയത്തിൽ പറയുന്നത് അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ, നീ കണ്ടില്ലേ അല്ലാഹു തആല ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തന്നത്. വ അഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹ, ആ വെള്ളം ഉപയോഗിച്ച് വിവിധ നിറത്തിലുള്ള ഫലങ്ങളെ, പഴങ്ങളെ ഒക്കെ അല്ലാഹു തആല ഉണ്ടാക്കി തന്നത് കണ്ടില്ലേ. വമിനൽ ജിബാലി ജുദദുൻ ബീദുൻ വഹുംറുൻ മുഖ്തലിഫുൻ അൽവാനുഹ, പർവ്വതങ്ങളിൽ മലകളിലൊക്കെ നോക്കിയാൽ വിവിധ നിറത്തിലുള്ള വരകൾ, വഴികൾ, വെളുത്തതും ചുവന്നതും ഒക്കെയായിട്ടുള്ള അടയാളങ്ങൾ നിനക്ക് കാണാൻ സാധിക്കും. വഗറാബിബുസൂദ്, കരിങ്കറുപ്പായിട്ടുള്ളതും. ഭൂമിയിലെ വിവിധ നിറങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു വമിനന്നാസി, ജനങ്ങളിൽ, വദ്ദവാബി, കന്നുകാലികളിൽ, വൽ അൻആമി, മൃഗങ്ങളിൽ ഒക്കെ തന്നെയും, മൃഗങ്ങളിലും കന്നുകാലികളിലും. ദവാബ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങള്, ജീവികള്, അൻആമ് കന്നുകാലികള്, അതിലൊക്കെ തന്നെ മുഖ്തലിഫുൻ അൽവാനുഹു, വിവിധ നിറത്തിലുള്ളവ ആയിട്ട്. അപ്പൊ നോക്കൂ, എന്താ ഇവിടെ അള്ളാഹ് പറഞ്ഞത്? മഴ പെയ്യുന്നത് നോക്കാൻ. അതിങ്ങനെ നോക്കിയിരിക്കലല്ലോ, അതിൻ്റെ അപ്പുറത്തേക്കുള്ള അറിവ്, പഠനം. എങ്ങനെ മഴ പെയ്യുന്നു, എങ്ങനെ മഴക്കാറുണ്ടാകുന്നു, എങ്ങനെ അത് നീങ്ങുന്നു, എങ്ങനെ അതിൽ നിന്ന് വരുന്ന വെള്ളം വലിച്ചെടുത്ത് സസ്യങ്ങൾ, ഫലങ്ങളും ഉണ്ടാക്കുന്നു. ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് പർവ്വതങ്ങളിൽ വ്യത്യസ്ത നിറത്തിലുള്ള വഴികളും മാർഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു. കറുത്തതും വെളുത്തതും ചുവന്നതും ഒക്കെ ആയിട്ട്
പിന്നെ പറഞ്ഞു മനുഷ്യരിൽ, മൃഗങ്ങളിൽ, കന്നുകാലികളിൽ ഒക്കെ തന്നെ ഈ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന. ഒരാളുടെ നിറം പോലെയല്ല വേറൊരാളുടെ നിറം, ഒരാളുടെ രൂപം പോലെയല്ല വേറൊരാളുടെ രൂപം. എന്നിട്ട് പറയുന്നു എന്ത്? ഇന്നമായ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാൻ. അപ്പൊ എന്തെല്ലാം ശാസ്ത്രമാണിത്! മഴ പെയ്യുന്നത് അതൊരു ശാസ്ത്രമാണ്, ചെടികൾ, സസ്യങ്ങൾ അതൊരു ശാസ്ത്രമാണ്, അത് പൂക്കുന്നതും കായ്ക്കുന്നതും അത് പിന്നീട് മൂപ്പെത്തുന്നതും പഴമാകുന്നതും ഫലമാകുന്നതും അതൊരു ശാസ്ത്രമാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങൾ, വിവിധ കാര്യങ്ങൾ അതൊരു ശാസ്ത്രമാണ്. മനുഷ്യന്റെ ശരീരം, മൃഗങ്ങളുടെ ശരീരം, അവയവങ്ങൾ, ആന്തരാവയവങ്ങൾ, ദഹനപ്രക്രിയ എല്ലാം വളരെ അത്ഭുതകരമാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മറ്റു ജീവികളുടെയും ഇതൊക്കെ പഠിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ ആയത്തിൽ ഉലമാ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഉറപ്പല്ലേ? ഇതൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്ഭുതമാണ്, വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഘടന വളരെ ശാസ്ത്രീയമാണ്, പടച്ചവൻ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായത്. അങ്ങനെയാണ് എല്ലാ ശാസ്ത്ര മേഖലകളിലേക്കും അവർ പോയത്. നമ്മൾ പറഞ്ഞു വന്നത് ചികിത്സയെക്കുറിച്ചാണല്ലോ. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു തുടക്കക്കാരനായി പറയപ്പെടുന്നത് അവിസന്നയാണ്. അവിസന്ന എന്നാൽ ഇബ്നു സീന എന്ന ഒരു മുസ്ലിം ഭിഷഗ്വരനാണ്, വലിയ വൈദ്യശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര പുസ്തകമാണ് കാനോൻ എന്നറിയപ്പെടുന്ന അൽ ഖാനൂൻ എന്ന കിതാബ്. അദ്ദേഹം മനുഷ്യ ശരീരത്തെക്കുറിച്ച്, മനുഷ്യ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച്, രോഗങ്ങളെക്കുറിച്ച്, ചികിത്സകളെക്കുറിച്ച്, സർജറിയെക്കുറിച്ച് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ എന്നാണ്. അതുപോലെയാണ് പ്രകാശത്തിൻ്റെ സഞ്ചാരത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ കണ്ണിൻ്റെ കഴിവിനെക്കുറിച്ച്, അത് വെളിച്ചത്തെക്കുറിച്ചൊക്കെ ധാരാളമായി പഠനം നടത്തിയിട്ടുള്ള അബൂബക്കർ റാസി എന്ന വലിയ ഒരു ശാസ്ത്രജ്ഞൻ, ഇബ്നു നഫീസ് എന്ന മറ്റൊരു പണ്ഡിതൻ, എത്രയോ ഉണ്ട് അങ്ങനെ. അപ്പം അവരൊക്കെ ഖുർആൻ നമ്മോട് ചിന്തിക്കാനും പഠിക്കുവാനും പറഞ്ഞിട്ടുണ്ട് എന്നതിൽ നിന്ന് ബോധം ഉൾക്കൊണ്ടിട്ടാണ് ഈ വൈദ്യശാസ്ത്ര മേഖലകളിൽ ഇത്രയും ഉയർന്നു വന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ പറയാണ് ആന പ്രസവിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ടാണോ? ക്യാൻസർ പിടിപെട്ടാൽ അതെന്തിനാ ചികിത്സിക്കുന്നത്? അള്ളാഹു മാറ്റിത്തരൂലേ? കിഡ്നി കേടുവന്നവൻ ഒന്നും രണ്ടും ഒരു ഡയാലിസിസും വേണ്ട, അത് ഇന്ന സ്ഥലത്ത് പോയാൽ മതി എന്ന്. നമ്മൾ അങ്ങനെ ആയിരുന്നില്ല, നമ്മുടെ പാരമ്പര്യവും അങ്ങനെയല്ല. ഇപ്പൊ നോക്കൂ, നഴ്സിംഗിൽ ലോകത്തെന്നും എല്ലാവരും പറയുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അതായത് ജീവൻ പോലും പണയം വെച്ച് ഊണും ഉറക്കും നോക്കാതെ രോഗികളെ ശുശ്രൂഷിച്ചിരുന്ന ലോകത്തിലെ നഴ്സുമാരുടെ, ആധുനിക കാലഘട്ടത്തിലെ നഴ്സുമാരുടെ ഒരു അടയാളമാണ്, ഉദാഹരണമാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. എന്നാൽ ചരിത്രത്തിൽ നഴ്സിംഗ് എന്ന നിലക്ക് പ്രത്യേക സംവിധാനത്തോടു കൂടി ആ രംഗത്ത് സേവനം ചെയ്ത ഒരു സഹാബ വനിതയുണ്ട്, റുഫൈദ ബിൻത് സഅദ് അൽ അസ്ലമിയ എന്ന സ്ത്രീ, അൻസാരിയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ജനിച്ചിട്ടുള്ള, ആ ജാഹിലിയത്തിൽ ജീവിച്ചിട്ടുള്ള, പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച ഒരു സഹാബിയത്താണ്. അവർക്ക് മദീന പള്ളിയിൽ ഒരു ക്ലിനിക് ഉണ്ടായിരുന്നു, ഒരു കൂടാരം. എന്തിനെന്നറിയാം? മുറിവേറ്റവരെ ശുശ്രൂഷിക്കുക, അതുപോലെ ഉള്ള രോഗങ്ങൾക്ക് മുറിവൊക്കെ തന്നെ ബാൻഡേജ് ചെയ്യുക, വെച്ചുകെട്ടുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വരുന്ന സമയത്ത് പലപ്പോഴും കൈഫ ഹാലുക യാ റുഫൈ കൈഫ അസ്ബഹ്ത എന്നൊക്കെ ചോദിച്ചിരുന്നു. നല്ല എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എന്ന നിലക്ക്. അവരാണ് ഇന്ന് ലഭിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ നഴ്സ് എന്നാണ് രോഗശുശ്രൂഷ നടത്തിയിരുന്ന. വേറെയും എത്രയോ സഹാബ വനിതകൾ ഉണ്ടായിരുന്നു. ആ ഒരു ചരിത്രത്തിൽ നിന്ന് പോയിട്ടാണ് ഇപ്പം നമ്മൾ രോഗം ചികിത്സിക്കേണ്ട, ദുആ ചെയ്താൽ മതി, മന്ത്രവാദം മതി, അത് മതി, ഇത് മതി പറയുന്നത്. പ്രസവം നിങ്ങൾ ചോദിച്ചു നോക്കൂ, സ്ത്രീകളോട് വല്ലാത്ത ടെൻഷനുള്ള ഒരു സംഭവമാണ്, പലർക്കും വളരെ പ്രയാസവുമാണ്. നമ്മളൊക്കെ ജനിക്കുന്ന കാലത്ത് ഇങ്ങനെ ഹോസ്പിറ്റലോ പ്രസവാശുപത്രിയോ ഒന്നും ഇല്ലല്ലോ. അന്ന് നാട്ടിലൊക്കെ പ്രസവമെടുക്കാൻ പഠിച്ച ചില വിദഗ്ധകളായ സ്ത്രീകളുണ്ടാകും. അവർക്കറിയാവുന്ന വിധം അതൊക്കെ ചെയ്യും. ഒരുപാട് ആളുകൾ പ്രസവത്തിൽ മരിച്ചു പോയിട്ടുമുണ്ട്.
പക്ഷേ ശാസ്ത്രം വളർന്നില്ലേ, സൗകര്യങ്ങൾ വളർന്നില്ലേ? ആ സൗകര്യവും ശാസ്ത്രവും ഒക്കെ ഉപയോഗപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. പണ്ട് അങ്ങനെയായിരുന്നു, റസൂലിന്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്ന് പറയേണ്ട. അതിന് എന്താണെന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നബി എന്ന നിലക്ക് ദീനീ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അള്ളാഹു അയച്ചതാണ്. എന്നാൽ അവിടുത്തെ ദുന്യവി കാര്യങ്ങളുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗോതമ്പ് കഴിച്ചു, ഈത്തപ്പഴം കഴിച്ചു. റസൂലുള്ളാഹി കഴിച്ച പോലെ ഞാനും അതേ കഴിക്കുമെന്ന് മലയാളികളായി നമ്മൾ ചോറ് ഒഴിവാക്കി അത് കഴിക്കേണ്ടതില്ല. അവിടത്തേക്ക് പറ്റിയ വസ്ത്രധാരണം അത് ആ നാട്ടിലുള്ള എല്ലാവരും ധരിച്ചു. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, അറബ് രാജ്യത്തുള്ള ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഒക്കെ അറബ് രാജ്യത്തുള്ള മുസ്ലിമീങ്ങളുടെ മാതിരി ആ അറബി കുപ്പായിട്ടാണ് നടക്കുന്നത്. അത് ആ രാജ്യത്തേക്കുള്ള ആ പ്രദേശത്തുള്ള ഒരു സമ്പ്രദായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടപ്പുറത്ത് കയറിയിട്ടാണ് ഹജ്ജിന് പോയത്, എല്ലാ യാത്രയും, യുദ്ധത്തിന് പോയതും ഒക്കെ. അപ്പം ഞാനും അതിന് പോവുകയാണെങ്കിൽ ഒട്ടകപ്പുറത്താണ് പോണത് എന്ന് വിചാരിക്കേണ്ടതില്ല. അത് ദീനല്ല, അത് ദുന്യവിയായ കാര്യങ്ങളാണ്. അതിൽപ്പെട്ടതാണ് ചികിത്സയും. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന പല ചികിത്സകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട്. അത് ചെയ്താൽ സുഖം കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്യാം. പക്ഷേ അത് ശാസ്ത്രീയമായും ആധുനികമായും ഒരു വൈദ്യശാസ്ത്രമായും അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് ദീനാണ് എന്ന് പറഞ്ഞാരും പ്രചരിപ്പിക്കണ്ട. ഇപ്പോൾ തേനിനെ കുറിച്ച് ഖുർആനിൽ ഫീഹി ശിഫാഉൻ ലിന്നാസ് ഉണ്ട്. തേൻ ജനങ്ങൾക്കുള്ള ഒരു ഔഷധമാണ്, അല്ലെങ്കിൽ രോഗശമനമാണ്. അത്രേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അത് എത്ര കഴിക്കണം, ഏത് രോഗത്തിന് കഴിക്കണം, എങ്ങനെ കഴിക്കണം, അതൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. തേൻ ഔഷധം തന്നെയാണ്, അത് എല്ലാ രോഗത്തിൻ്റെയും ഔഷധമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിൽ ജീവിച്ചപ്പോൾ അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ വസ്ത്രവും അവിടുത്തെ ആയുധവും അവിടുത്തെ വീടും അവിടുത്തെ പള്ളിയും ഇതുപോലൊന്നും അല്ലല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ പള്ളി പോലും, അതൊക്കെ ഉപയോഗിച്ചത് ദീൻ എന്ന നിലക്കല്ല. ദീൻ എന്ന നിലക്കാണെങ്കിൽ അത് പ്രത്യേകമായി വേറെ പറയും. ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറബികൾക്ക് ഈത്തപ്പന കുലക്കുന്ന സമയമായാൽ അതിലെ ആൺകുലയും പെൺകുലയും തമ്മിൽ ഇങ്ങനെ അടിച്ച് പരാഗണം നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോഴാണ് അത്ര അത് കായ്ക്ക പൂവ് അങ്ങനെ ചെയ്താൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതെന്തിനാ, അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു വർഷം അവർ ഈ പരാഗണം നടത്താതിരുന്നു. അടുത്ത വർഷം വിള കുറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വന്ന് പറഞ്ഞു, റസൂലേ താങ്കൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഈ വർഷം അത് ചെയ്യാതിരുന്നത്, കൊണ്ട് വിളവ് കുറഞ്ഞു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്നും നമുക്ക് ഓർമ്മയുണ്ടാവണം. എന്താണെന്നറിയോ, അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളെ ദുനിയാവിൻ്റെ കാര്യം നിങ്ങൾക്കാണ് എന്നെക്കാൾ അറിയുക. നബി കൃഷി പഠിപ്പിക്കാൻ വന്ന ആളല്ല, നബി ചികിത്സ പഠിപ്പിക്കാൻ വന്ന ആളല്ല. ഇപ്പൊ തുബ്ബുൻ നബവി എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രന്ഥങ്ങളുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ഭാഗമല്ല, ആ നാട്ടിലുള്ള ചികിത്സയാണത്. അതൊരു പുണ്യകാര്യമായി നമ്മൾ കൊണ്ടു നടക്കേണ്ടതുമില്ല. നിങ്ങളാണ് ദുനിയാവിൻ്റെ കാര്യത്തിൽ എന്നേക്കാൾ അറിയുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു മാനദണ്ഡമാണ്. അതുകൊണ്ടാണല്ലോ ബദർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് എല്ലാവരെയും വിളിച്ചൊക്കെ ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ച് നമുക്ക് ഇന്ന സ്ഥലത്ത് പോയി നിൽക്കാം എന്ന്. എല്ലാവരും സമ്മതിച്ചു. പക്ഷെ ഒരു സഹാബി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ താങ്കൾ അവിടെ പോയി നിൽക്കാം, യുദ്ധത്തിൽ അവിടെ നിന്ന് നേരിടാം എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ വഹിയായിട്ട് വന്ന തീരുമാനമാണോ അല്ല താങ്കളുടെ സ്വന്തം അഭിപ്രായമാണോ? അള്ളാഹു അറിയിച്ച് വഹിയായിട്ടാണ് എന്നൊന്നും പറയാനില്ലല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. അപ്പോൾ ആ സഹാബി പറഞ്ഞു, എന്നാൽ ഇന്ന കാരണം കൊണ്ട് അവിടെയല്ല നമ്മൾ നിൽക്കേണ്ടത്, വേറെ സ്ഥലത്താണ്. റസൂലുള്ളാഹി അംഗീകരിച്ചു. കാരണം അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, ദുനിയാവിൻ്റെ കാര്യം നിങ്ങൾക്കാണ് എന്നെക്കാൾ കൂടുതൽ അറിയുക എന്നത്. ഇതാണ് ദീനും ദുനിയാവും തമ്മിലുള്ള വ്യത്യാസം. ദുനിയാവിൽ ദീനിൻ്റെ കാര്യങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കണമെന്നാണ്, എന്നല്ലാതെ ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും ദീനിൽ ഉണ്ടാകും എന്നല്ല. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ മാതിരി ചോദ്യങ്ങൾ, അനിസ്ലാമികമായ ചോദ്യങ്ങൾ, അശാസ്ത്രീയമായ ചോദ്യങ്ങൾ. എന്നിട്ട് മുസ്ലിങ്ങൾ ഇതാ ഇപ്പം മെനയാന്ന് മലപ്പുറം ജില്ലാ കളക്ടർ മതപണ്ഡിതന്മാരെ യോഗം വിളിച്ചിട്ടുണ്ട്. എന്തെന്നറിയോ, ചികിത്സിക്കരുത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് പറയാം. എത്ര മോശമാണത്. ഇപ്പം മതപണ്ഡിതന്മാരെ വിളിച്ചിട്ട് നിങ്ങൾ ചികിത്സിക്കണം, ചികിത്സിക്കരുത് എന്ന് പറയരുത് മതപരമായി എന്ന് പറയുകയാണ്. ചികിത്സ ഏത് വേണം അത് ആളുകൾക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ചികിത്സാ രംഗത്തുള്ള ചൂഷണം, ആശുപത്രികളിൽ നടക്കുന്ന ചൂഷണം, കൊള്ള. ഇതൊക്കെ കണ്ട് പേടിച്ചും ചിലർ ആശുപത്രിയും ചികിത്സയും വേണ്ട എന്ന് വെച്ചവരുമുണ്ട്. അത് മറ്റൊരു വിഷയമാണ്.
ഞാൻ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അതും നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. ഏതായാലും വളരെ നല്ല, വളരെ പ്രായോഗികമായ, വളരെ ഉപകാരപ്പെടുന്ന, മനുഷ്യനെ കൊണ്ടു നടക്കാൻ കഴിയുന്ന, പുരോഗമനമുള്ള, നവോത്ഥാനമുള്ള ഒരു സന്ദേശം എന്ന നിലക്ക് ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അത് ഇസ്ലാമല്ല, ഞങ്ങളതിൻ്റെ കൂടെയില്ല, ഞങ്ങളാരും അങ്ങനെയല്ല എന്ന് മുസ്ലിം സമൂഹം ഒന്നിച്ചു പറയണം. കുറേ പണ്ഡിതന്മാരൊക്കെ അത് പറഞ്ഞു തുടങ്ങി എന്നതും ആശ്വാസകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. പരിപാവനവും പരിശുദ്ധവും ആയ ഇസ്ലാം ദീനിൻ്റെ നിയമങ്ങൾ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ജീവിതരംഗത്തും മുഴുവനായും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും രോഗങ്ങളെയും നീ ദൂരീകരിച്ച് തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശമുള്ളതാക്കി കൊടുക്കുകയും ചെയ്യണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും പീഡനങ്ങളെയും അതിജീവിക്കുവാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അവരെ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.